എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രനെ മറ്റൊരു സ്ഥലത്തേക്ക് വിളിക്കാനും ചർച്ചകൾ ഒന്നുകൂടെ നടത്താനുമാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്, ശിവനും കമലയും ഒക്കെ. അപ്പം അവർ ആ കാര്യം ബാലേന്ദ്രനെ അറിയിക്കണമല്ലോ. അങ്ങനെ ബാലേന്ദ്രനെ വിളിച്ച് സംസാരിക്കുന്നതിനിടയ്ക്ക് ശിവൻ പറയുന്നുണ്ട്, ഞങ്ങളോട് കാണിച്ചത് വലിയൊരു ചതിയാണ് എന്ന്. അന്നേരം ഞാൻ നിങ്ങളെ ചതിച്ചെന്നോ, മനസ്സിലായില്ല എന്ന് പറയുമ്പം ശിവൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് എൻ്റെ പെങ്ങളെ ചതിച്ച കാര്യമാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ്, ആരെ ചതിച്ചു എന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് വേണം കേട്ടോ പറയാനെന്ന്. അന്നേരം ശിവന് ചെറിയ സംശയമൊക്കെ തോന്നും, എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് മുത്തശ്ശിയോട് സംസാരിക്കുന്ന ശിവനെ കാണിക്കുന്നുണ്ട്. അന്നേരം ശിവൻ മുത്തശ്ശിയോട് പറയുവാണ്, ഒരു വേലക്കാരിക്ക് വേണ്ടി മാത്രമാണ് അവൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നതെങ്കിൽ അവൻ്റെ കൈയും കാലും ഞങ്ങൾ തല്ലി ഒടിക്കും എന്ന് ശിവൻ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശിക്ക് ചില സംശയങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അലീന കുറേ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞായിരുന്നു. വൈജയന്തിയുടെ പൂർവ്വകാലം അലീനയ്ക്ക് അറിയാം എന്നുള്ള കാര്യവും മുത്തശ്ശിക്കറിയാം. ഏതായാലും ഇങ്ങനെയൊക്കെ സംസാരിച്ചതിന് ശേഷം ശിവൻ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ, അവൻ ഇത്രയും ധൈര്യം കിട്ടണമെങ്കിൽ നമ്മളൊന്നും അറിയാത്ത മറ്റെന്തോ ബന്ധം അവർ തമ്മിലുണ്ട് എന്ന് ഉറപ്പിക്കുന്നുമുണ്ട് കേട്ടോ ശിവൻ. അത്രയും ഒന്ന് തെളിഞ്ഞിട്ടുണ്ടതല്ല, എന്തോ ബന്ധമുണ്ട്, അല്ലാണ്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല എന്ന്. അതുപോലെ ഇങ്ങനെയൊരു ചർച്ച വെച്ച കാര്യം വൈജയന്തിയോട് വിളിച്ച് പറയുകയും വൈജയന്തിയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വൈജയന്തിക്ക് എന്ത് ചെയ്താലും വേണ്ടില്ല, അലീനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമെന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വൈജയന്തി അതിനെ എതിർക്കാനൊന്നും പോകുന്നില്ല. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങുവാണ്. അന്നേരം അലീനയ്ക്ക് ഭയങ്കര പേടിയാട്ടോ. ബാലേന്ദ്രൻ ഇനി അവരെന്തെങ്കിലും ചെയ്താലോ, അല്ലെങ്കിൽ അവിടെ പോയി പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമ്പോൾ ബാലേന്ദ്രൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ ഓർത്ത് ആകെ ടെൻഷനാണ് അലീനയ്ക്ക്. അതുകൊണ്ട് അലീന കൂടെ വരട്ടെ എന്ന് വരെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, മോളെ ചർച്ചയ്ക്കായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്, അവിടെ പോയി എന്ത് സംഭവിക്കും, ഞാൻ ഏതൊക്കെ രീതിയിൽ പെരുമാറുമെന്ന് എനിക്കറിയില്ല. നിയന്ത്രണം വിടുമ്പം എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറയുമോ എന്ന് പോലും അറിയില്ല. മുതിർന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു പോയെന്ന് വരിക്കും. അതുകൊണ്ട് ഞാൻ തനിച്ചു പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അവിടുന്ന് പോകുന്നു. ഇതെല്ലാം കണ്ട് ആകെ വിഷമത്തോടെ ടെൻഷനോടെ നിൽക്കുന്ന അലീനയും കാണിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ്. ഈ ഒരാഴ്ച ഏതായാലും അവർ എപ്പിസോഡ് താമസിച്ചിടുകയുള്ളൂ. എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.